രാവിലെ ഒരു ഗ്ലാസ് ചായ ആയിട്ട് മുറ്റത്ത് വന്നപ്പോൾ നല്ല ചെറിയ മഴയിൽ കുളിച്ചിരിക്കുന്ന കുറച്ച് സുന്ദരി പെണ്ണുങ്ങളെ കണ്ടു. അവരുമായിട്ട് ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കുറച്ച് വിത്ത് കിട്ടി. ഇതെന്താന്ന് മനസ്സിലായോ? ഇത് താമരയുടെ വിത്താണ്. നമ്മുടെ ഈ അമ്പലത്തിലൊക്കെ കൊടുക്കാനായിട്ട് വാങ്ങില്ലേ താമര, അതുപോലത്തെ നാടൻ താമരയുടെ വിത്താണ് ഇത്. നമ്മളെ വീട്ടിന്റെ തൊട്ടടുത്തൊരു ചേച്ചിയുണ്ട്. ചേച്ചിക്ക് ഇങ്ങനെ ചെടിയൊക്കെ നടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ ആ ചേച്ചിക്ക് കിട്ടിയ വിത്താണ്. ആ ചേച്ചി ഏതോ അമ്പലത്തിൽ പോയപ്പോ ഇങ്ങനെ അവിടെ അമ്പലക്കുളത്തിന് ഇങ്ങനെ താമര കണ്ടിട്ട് അതിൽ നിന്ന് പറിച്ചെടുത്ത വിത്താണ്. അതിന് ഇത്രയും എനിക്കും തന്നു. അപ്പൊ നമുക്ക് ഇന്നിത് നട്ടു നോക്കാമേ. രണ്ട് സൈഡുണ്ട്. ഒന്ന് ഇങ്ങനെ ഒരു ഷാർപ്പായിട്ടുള്ള സൈഡും ഒന്നിങ്ങനെ അകത്തേക്ക് ഇരിക്കുന്ന സൈഡും. ഇതാണ് ഈ ചെടിയിൽ ഇങ്ങനെ ഇങ്ങനെയാണ് അത് പിടിച്ചിരിക്കുന്നത്. ചെടിയിൽ വിത്തായി നിൽക്കുന്ന ഇങ്ങനെ. അപ്പൊ നമ്മള് ഈ സൈഡിൽ ഇങ്ങനെ അകത്തോട്ട് പിഴിഞ്ഞിരിക്കുന്ന സൈഡ് അത് മിക്കി എന്തുണ്ട് വിശേഷം? ഇതിങ്ങനെ വരയ്ക്കണം. കുറച്ചു നേരം സമയം എടുക്കും കേട്ടോ. ഇതിങ്ങനെ നന്നായിട്ട് വരച്ച് ഇതിങ്ങനെ ചെയ്തില്ലെങ്കിലും ഇത് പൊടിച്ചു വരും. പക്ഷെ 1 മാസത്തോളമെങ്കിലും സമയം എടുക്കുമെന്നാണ് യൂട്യൂബ് വിദഗ്ധർ പറയുന്നത് ഞാൻ കേട്ടത്. ഇത് ഞാൻ ഇതിനു മുന്നേ നട്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയായിട്ട്. അപ്പൊ ചില സമയത്ത് നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ അതിന്റെ ഫോഴ്സ് ഒന്ന് കൂടിയിട്ടൊരു അതിനകത്തുള്ള വിത്ത് നമുക്ക് വെളിയിൽ കാണാൻ പറ്റും. പക്ഷെ അത് കുഴപ്പമില്ല കേട്ടോ. എനിക്ക് അങ്ങനെ കഴിഞ്ഞ തവണ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ കരുതിയത് പൊടിച്ചു വരില്ല എന്ന് വിചാരിച്ചാ, പക്ഷെ അത് പൊടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ചുകൂടി നോക്കാനുണ്ട്. അത് ഒരു കൈ ക്യാമറ ഹോൾഡ് ചെയ്തപ്പോൾ കറക്റ്റ് വന്നില്ല കേട്ടോ. ഇതിപ്പോ കണ്ടോ, ആ അകത്തോട്ടിരിക്കുന്ന മരട്ടൊരു വൈറ്റ് കളർ കാണുന്നില്ലേ? ഇതാണ് അതിനകത്ത് നമുക്ക് ഈ വിത്ത് മുളച്ചു വരുന്ന സംഭവം. അതിങ്ങനെ കുറച്ചൊന്ന് വെളിയിൽ കാണുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്തു കൊടുക്കുക. ഫോക്കസ് മാറി. ഓക്കെ, ഇങ്ങനെ ചെയ്തു കൊടുക്കുക. അപ്പൊ നമുക്ക് ബാക്കി വിത്തും കൂടി ചെയ്തിട്ട് തരാമേ. എല്ലാ വിത്തും ഇതുപോലെ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് ആ വൈറ്റ് പോർഷൻ കുറച്ചൊന്ന് കാണുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് വെക്കാം. ഇതിലിപ്പോ കണ്ടോ ഒരു 3-4 കൂടുതൽ വിത്തും പൊങ്ങി, ഒരു 3 വിത്ത് ഇങ്ങനെ പൊങ്ങിയിരിക്കുകയല്ലേ. ഇത് കിളിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിലും കളയണ്ട, ചിലപ്പോൾ ഒരു പക്ഷെ പൊടിച്ചു വന്നേക്കാം. എടുക്കുന്ന 4 ഒരു 90% പൊടിച്ചു വരാനായിട്ട് സാധ്യതയുണ്ട്. ഇനി നമുക്കൊരു 3 ദിവസം കഴിഞ്ഞ് കാണാമേ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണേ. ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തേക്കുന്നത് റാഗി, ഉഴുന്ന്, നമ്മുടെ പച്ചപ്പയറില്ലേ, ചെറുപയർ, കുറച്ച് പച്ചരി, ഇതെല്ലാം ഇട്ടിട്ട് അരച്ചെടുത്ത മാവിലുണ്ടാക്കിയ ദോശയാണ്. സാധാ ദോശ ഉണ്ടാക്കും പോലെ തലേദിവസം അരച്ച് വെച്ചിട്ട് അടുത്ത ദിവസം ദോശ ഉണ്ടാക്കും. ഇത് നമ്മുടെ പൊട്ടുകടല എന്ന് പറയില്ലേ, വെള്ള കളറ് കടല, നമ്മളല്ലാതെ കഴിക്കുന്ന ആ കടല, കുറച്ച് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഉപ്പ്, ഇങ്ങനെ കുറച്ച് സവാള എല്ലാം കൂടി ഇട്ട് അരച്ച ഇതാണ്. പിന്നെ വിത്തൗട്ട് ഷുഗറിൽ ഒരു ചായ. സോ ദിസ് ഈസ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ കഴിച്ചിട്ട് വരാമേ. കാപ്പി കുടിച്ചതിന് ശേഷം പിന്നെ ഒന്നും ചെയ്യാൻ തോന്നിയില്ല. നല്ല ചൂടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ലഞ്ച് നല്ല ലൈറ്റായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ആക്കാമെന്ന് കരുതി അങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് പുലാവിൻ്റെ കാര്യം ഓർത്തത്. പുലാവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ പുലാവിലിടുന്ന സോയാ ബോൾസ്, ചിക്കൻ്റെ ആയാലും അവർക്ക് ഇഷ്ടമാണ്. കൂടുതലും ഈ സോയാ ബോൾ ഇഷ്ടമാണ്. ഇത് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടി നമുക്ക് വെജിറ്റബിൾ നല്ല രീതിയിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ സോയാ ബോളുണ്ട്, കോളിഫ്ലവർ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, നമ്മുടെ ഉരുളക്കിഴങ്ങുണ്ട്. അങ്ങനെയല്ല, നമ്മുടെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾ ഉണ്ട്, ക്യാപ്സിക്കം ഇടാം. ക്യാപ്സിക്കം ഇടുന്നത് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ ഉള്ളിപ്പൂവിൻ്റെ ഇതില്ലേ, ഇലയില്ലേ, അതിടാം, ഉള്ളിപ്പൂ ഇടാം. അങ്ങനെ നമ്മുടെ കയ്യിൽ ബീൻസ് ഇടാം. അങ്ങനെ എല്ലാം ഇടാം. പെട്ടെന്നാവും കേട്ടോ. എല്ലാം കൂടി ഒരു അരമണിക്കൂറിനകത്ത് കട്ടിങ്ങും കുക്കിങ്ങും എല്ലാം കൂടി ഒരു അരമണിക്കൂറിനകത്ത് പെട്ടപ്പെട്ടേന്നും പറഞ്ഞാവും. എന്ന് നല്ല ടേസ്റ്റാണ്. നമുക്കൊരു ബിരിയാണി വൈബൊക്കെ തരുന്ന ഒരു അടിപൊളി സംഭവമാണ്. പെട്ടെന്നാവുകയും ചെയ്യും. നല്ല ഫൈബറുണ്ട്, പ്രോട്ടീനുണ്ട്, എല്ലാം കൊണ്ടും നല്ലതായിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റാണ്, നീയക്കുട്ടിൻ്റെയും ഫേവറേറ്റാണ്. അങ്ങനെ കുക്കിങ് കഴിഞ്ഞു. കണ്ടാലൊരു ബിരിയാണിയുടെ ഏതോ ഒരു സഹോദരനെ പോലെ തോന്നില്ലേ. പിന്നെ ഒരു മുട്ട വെച്ചതും കുറച്ച് അച്ചാറൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് കഴിച്ചു കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും നീയക്കുട്ടിനെ വിളിക്കാൻ പോകുന്ന സമയമായിട്ടോ. വണ്ടി ഇങ്ങനെ ആകുന്നതിന് കാരണം നമ്മളെ റോഡാണ്, ഭയങ്കര മോശം റോഡാണ് കേട്ടോ. ഞാൻ വേറെ ദിവസം വീഡിയോയിൽ കാണിച്ചു തരാമേ. അത് കഴിഞ്ഞ് മോളെ വിളിച്ചുകൊണ്ട് വന്നു. ബ്രെഡ് ചെറുതായിട്ട് ടോസ്റ്റ് ചെയ്തു, അത് കൊടുത്തു. കുറച്ച് പാലും കൊടുത്തിട്ട് കുറേ നേരം ഇരുന്ന് കളിച്ചു. അതിനുശേഷം കുളിച്ചിട്ട് നമ്മളൊരു സ്ഥലത്ത് പോകണം കേട്ടോ. ഡ്രസ്സും ലുക്കും ഒക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, നമ്മൾ വൈകുന്നേരം അമ്പലത്തിലോട്ടാണ് പോകുന്നത്. കൂനമ്പായി കുളം എന്ന് പറയും. എനിക്കൊന്നും കേരളത്തിൽ നമുക്ക് ഒട്ടനവധി പേർക്ക് അറിയാവുന്ന സ്ഥലമായിരിക്കും അല്ലേ. ഇവിടെ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 10-15 മിനിറ്റ് ദൂരമുള്ളൂ, വളരെ അടുത്താണ്.
എനിക്കിങ്ങനെ നീക്കൂട്ടിനെ അമ്പലത്തിൽ വിടണം, ആ ഒരു കൾച്ചർ അവൾ അറിഞ്ഞിരിക്കണം, അത് ചെയ്യിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ബാക്കിയെല്ലാം അവളെ ചോയ്സ്. വലുതാകുമ്പോൾ ഇഷ്ടപ്പെടാതിരിക്കോ, ഈശ്വരവാദി നിരീശ്വരവാദിയാവോ, അതൊക്കെ അവളുടെ ചോയ്സാണ്. പക്ഷേ ഇപ്പം അത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനതിങ്ങനെ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടി മോള് വലുതായപ്പോഴത്തേക്കും കുറച്ചുകൂടി നിർബന്ധം കരച്ചിലൊക്കെ അപ്പോൾ എനിക്കും കൊണ്ടുപോകാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. എങ്കിലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് അവിടെ ദീപാരാധനയൊക്കെ കഴിഞ്ഞ ശേഷം അവിടുത്തെ പ്രസാദം കിട്ടി. കടല ഉണ്ടായിരുന്നു. എനിക്ക് കടല മിക്കവാറും കുരമ്പയക്കുളത്ത് വന്ന് പൊങ്കാലി ഇടാനായിട്ടാണ്. അപ്പോൾ എനിക്ക് കടല കിട്ടാറില്ല കേട്ടോ. കാരണം ഞാൻ നീതിക്കുന്ന സമയം കൊണ്ടൊക്കെ അവിടെ എൻ്റെ പൊങ്കാല നീതിച്ച് വരുന്ന സമയം കൊണ്ട് അവിടെ കടലയൊക്കെ കഴിയാറുണ്ട്. ഇത്തവണ പൊങ്കാല ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് പോയി വാങ്ങാൻ പറ്റി. അങ്ങനെ നീക്കോട്ടെ അത് കഴിക്കാൻ കേട്ടോ. അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ അത് ഇത്തിരി എരിവുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവൾക്ക് അത് കൊടുക്കാതെ പിന്നെ പായസം കൊടുത്തു. പായസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ അതിന് ശേഷം കുറച്ച് നേരം അവൾ നിന്നതിന് ശേഷം പോവാന്ന് പറഞ്ഞു. സ്വന്തമായിട്ട് വന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അതിലുണ്ടായിരുന്ന കീച്ചയിലുണ്ടായിരുന്ന യൂണിക്കോൺ ഇളവിപ്പോയി. അതെങ്ങനെ സെറ്റ് ചെയ്യാന്ന് കുറച്ച് നേരമായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ കീച്ചെയിൻ വാങ്ങുമ്പോൾ എന്ന് വെച്ചാൽ നീഹക്കുട്ടൻ വന്നതിന് ശേഷം ആദ്യം ഞാൻ എന്തെങ്കിലും റാൻഡം ആയിട്ടുള്ളതൊക്കെ നോക്കിയെടുക്കുമായിരുന്നു. ഇത് കാര്യം പറയണം കേട്ടോ. ഇത് നമ്മൾ അവിടെ അമ്പലത്തിൽ നിന്നപ്പോൾ മോളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ ഈ അമ്മമ്മമാര് കുറച്ചിങ്ങനെ കുറേ പേര് വന്നിരുന്ന് കാര്യം പറയില്ലേ, അങ്ങനെ ഞാൻ മാക്സിമം ആരെങ്കിലും നീഹക്കുട്ടിനെ വിളിച്ച് കാര്യം പറയാൻ നിർത്തി ഞാൻ അവരെടുത്ത് നിർത്തി കാര്യം സംസാരിപ്പിക്കും കേട്ടോ. അങ്ങനെ അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നൊരു അമ്മയാണ് വന്നിങ്ങനെ പറഞ്ഞു, ബൈയൊക്കെ പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് നമ്മൾ നേരെ പോയത് മോമോസ് വാങ്ങാൻ. അമ്പലം കഴിഞ്ഞിട്ട് ചിക്കൻ വാങ്ങുന്നത് എനിക്ക് എപ്പോഴും യോജിപ്പുള്ള പരിപാടിയല്ല, എങ്കിലും തിരിച്ചു വന്നപ്പോൾ മോമോസ് കണ്ടപ്പോൾ ഒന്ന് വാങ്ങാൻ നേരത്തെ കുറേ നാളായി കേട്ടോ കഴിച്ചിട്ട്. അങ്ങനെ ചേട്ടൻ ഭയങ്കര ബിസി ആയിരുന്നു. നല്ല വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ചേട്ടൻ ഭയങ്കര ബിസി ആയിരുന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് ചേട്ടൻ പെട്ടെന്ന് അത് തുറന്നിട്ട് പടപടയെന്ന് പറഞ്ഞ് പാക്ക് ചെയ്തിട്ട് താറ്റുമായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ വീഡിയോസ് ഒന്നും കിട്ടിയില്ല. പക്ഷെ നല്ലതാണ് കേട്ടോ. ഞാൻ കൊല്ലത്ത് നിന്ന് ഒരുപാട് സ്ഥലത്ത് കഴിച്ചെങ്കിലും എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വിലയും ഭയങ്കര കൂടുതലൊന്നുമില്ല. സാധാരണ സ്ഥലത്ത് വെച്ച് നോക്കുമ്പോൾ നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റാണ്. 5 പീസ് 7 രൂപയുള്ളൂ. നോർമലായിട്ട് നമുക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ കിട്ടുന്ന അതേ റേറ്റ്. ടേസ്റ്റും അതുപോലെയായിരുന്നു. അതിൻ്റെ ചട്നി ആയാലും നല്ലതായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇവിടെ വീട്ടിലെ അമ്മ ചിക്കൻ കഴിക്കില്ല, പിന്നെ ചേട്ടൻ ഇപ്പം നാട്ടിലില്ല. അതുകൊണ്ട് ഞാൻ നീക്കുട്ടിനാണ് കഴിച്ചത്. പിന്നെ അതിൻ്റെ കോട്ടിംഗ് ആയിട്ട് വരുന്ന മൈദ ആയതുകൊണ്ട് നീക്കുട്ടിന് കോട്ടിംഗ് ഒന്നും കൊടുത്തില്ല. അകത്തുള്ള ചിക്കൻ്റെ കുറച്ച് പാർട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അധികം കൊടുത്തില്ല. ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്കറിയില്ലല്ലോ, അതുകൊണ്ട് അധികം കൊടുത്തില്ല. കഴിച്ചു കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ അവൾക്ക് ഉറക്കം വന്നിട്ട് ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു കേട്ടോ. പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം നീക്കിട്ട് സുഖമായിട്ട് കിടന്ന് ഇറങ്ങിയാണ് കേട്ടോ. അപ്പം ബൈ.